JEE ക്രാക്ക് ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 month സ്റ്റഡി ചാലഞ്ചിന് നിങ്ങൾ റെഡി ആവുക. ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു JEE കോച്ചിങ്ങോട് കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ യോധ ബാച്ചിൽ പ്രോപ്പർ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ട് JEEക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രിപ്പറേഷന് നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മളുടെ JEE ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഇനി നമ്മളുടെ സ്റ്റഡി ചാലഞ്ചിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ 3 month സ്റ്റഡി ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 മാസത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ്. നമുക്കറിയാം നമുക്ക് 3 സബ്ജക്ട്സ് ആണ് JEEക്ക് വേണ്ടിയിട്ടുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. ഈ 3 സബ്ജക്റ്റിൽ JEE ലെവലിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു 3 മാസം കൊണ്ട് ചെയ്തിരിക്കണം എന്നുള്ള കാര്യമാണ് മിസ് പറയുന്നത്. അത് കോച്ചിങ്ങിന് പോയിക്കൊണ്ട് പഠിച്ചാലും ഇനിയല്ല നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ് ഉദ്ദേശിക്കുന്നതിലും ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഈ ഒരു 3 മാസത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ് മിസ് പറയുന്നത്. ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 5 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൽ മിനിമം, അതായത് ഇത് മാക്സിമം ഞാൻ 5 ചാപ്റ്റർ എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി അല്ലെങ്കിൽ മിനിമം ഓഫ് നിങ്ങൾ എന്താണ് 4 എണ്ണമെങ്കിലും എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. JEE ലെവലിൽ നിങ്ങൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഇനി നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വർക്ക് എനർജി കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു 3 monthsൽ. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി മാത്സിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് അറിയാം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഒരു 5 ചാപ്റ്റർ എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇത് എക്സെപ്ഷൻ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും കൂടെ പഠിച്ചു തീർക്കാം. ഇനി നോക്കുക, ഇതിൽ വലിയ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഇതിൽ കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ലീനിയർ ഇനീക്വാലിറ്റീസ് ഒക്കെ വളരെ ഇനീക്വാലിറ്റീസിന് സ്പെല്ലിംഗ് തെറ്റുണ്ടല്ലേ. ഇനീക്വാലിറ്റീസ് ഒക്കെ വളരെ കോമഡി ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ JEE ലെവൽ ഓഫ് കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ, എല്ലാ ലെവൽ ഓഫ് ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, മിസ് ഞാൻ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, ഒരു ദിവസം ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ എത്ര സമയം പഠിക്കുന്നു, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം എത്ര അവേഴ്സ് പഠിക്കാൻ പറ്റും ഒരു ദിവസം, എത്രത്തോളം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരുപാട് ചോദ്യം ചെയ്യുന്നതിൽ അല്ല കാര്യം. നിങ്ങൾ ഒരേ ടോപ്പിക്കിൽ നിന്ന് 500 ചോദ്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരു 100 ചോദ്യം, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 80 തൊട്ട് 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. പക്ഷേ ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ടോപ്പിക്സും ആ ചാപ്റ്ററിൽ നിന്നും അടങ്ങിയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇത് മിനിമം ആണ് നിങ്ങൾ 100 എങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം എത്ര വേണമെങ്കിലും പോവാം. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബാച്ചിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഷീറ്റ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള റെഫറൻസ് ബുക്കുകളുടെ വീഡിയോസ്, ഏതൊക്കെ റെഫറൻസ് ബുക്കുകളാണ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുക, JEE പ്രിപ്പറേഷൻ ഉള്ളത് ഓൾറെഡി നമ്മുടെ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ റെഫറൻസ് ബുക്കുകൾ വാങ്ങാൻ നിങ്ങൾക്ക് മാക്സിമം ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഓർക്കുക. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വെരി ഹൈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. സോ അതിന് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് ഏറ്റവും ബെസ്റ്റ് ആയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മാക്സിമം അവേഴ്സ് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ഈ 2 വർഷം കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ഒരു 3 month സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ
ചാലഞ്ച് ഏറ്റെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യെസ് മിസ് ചാലഞ്ച് അക്സെപ്റ്റഡ്, ഇല്ലെങ്കിൽ ഞാൻ ട്രൈ എങ്കിലും ചെയ്യും മിസ്. ഇപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ വെക്കുക, ഇനിയിപ്പോൾ 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ദാറ്റ്സ് ഫൈൻ. അടുത്തതിലേക്ക് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വരുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും, അതൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാതിരിക്കരുത് എന്നാണ് മിസ്സിന് പറയാനുള്ളത്. സോ മാക്സിമം JEE ആസ്പിരൻസിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ഈ ഒരു 3 months സ്റ്റഡി ചാലഞ്ചിന് വേണ്ടി റെഡി ആവുക ആൻഡ് നിങ്ങളുടെ മാക്സിമം കൊടുക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും JEE. ഓക്കെ, അപ്പം എല്ലാവരും ഇനി ഞാൻ 3 months കഴിഞ്ഞ് ഈ വീഡിയോ കാണുന്ന ഇന്ന് മുതൽ ഇനി 3 months കഴിഞ്ഞ് മിസ് വീണ്ടും വരും. അപ്പം ഇതേപോലെ അടുത്ത ഒരു ചാലഞ്ചുമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ നിങ്ങൾ അപ്പോഴേക്കും ഏതൊക്കെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു എന്നുള്ള അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മിസ് നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു 3 months സ്റ്റഡി ചാലഞ്ചിന് റെഡി ആവുക. ഓക്കെ, താങ്ക് യു.